അണ്ണപ്പുറത്തിന്റെ ഉത്സവത്തിന് ഇവിടെ നിന്ന് കൊടിയേറുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാളിയാർ അരിമണ്ണൂർ ധർമ്മശാസ്ത്ര ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ് 31-ാം തീയതി. ഇനി 7 ദിവസം നമ്മുടെ കാളിയാറിന്റെ ഉത്സവ ലഹരിയിലായിരിക്കും. ഇതിനു മുമ്പുള്ള ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവിടുത്തെ പൂരത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും. അപ്പോൾ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ക്ഷേത്രാചാര ചടങ്ങുകളോടുകൂടിയും പിന്നെ അടിപൊളി കലാപരിപാടികളോടൊക്കെ കൂടി ഗാനമേള, കൈകുട്ടിക്കളി, അങ്ങനെ കുട്ടികളുടെ കലാപരിപാടി, അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ ഈ ഒരു ഉത്സവത്തിനുമുണ്ട്. പിന്നെ ഉത്സവ പ്രേമികൾക്ക് അല്ലെങ്കിൽ പൂരപ്രേമികൾക്ക് വേണ്ടിയിട്ട് ഒരു നിരാശ വരുത്തുന്ന ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഈ വർഷം നമ്മുടെ ആനകളുടെ വിളംബരവും നമ്മുടെ റോഡ് ഷോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. ഈ വർഷത്തെ ഉത്സവം നമ്മുടെ നാട്ടിലെ ആനപ്രേമികളായ കരിവീരന്റെ കൂട്ടുകാരും നമ്മുടെ ഗജമിത്ര സംഘവും ക്ഷേത്ര കമ്മിറ്റിയും കൂടി ചേർന്നാണ് ഈ വർഷത്തെ ഉത്സവം ഗംഭീരമാക്കുന്നത്. ഇന്ന് വൈകിട്ട് ക്ഷേത്രം തന്ത്രി മേലേത്ത് മനയിൽ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെയും ചാലപ്പുറത്ത് അജേഷ് തിരുമേനയുടെയും ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് തുറവൂരിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ വൈകിട്ട് 8-നും 8:30-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറുകയും ഫെബ്രുവരി 5-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ ഇനം കലാപരിപാടികളോടുകൂടി ഗാനമേള, കൈകുട്ടികളി, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിങ്ങനെ വിവിധ ഇനം കലാപരിപാടികളോടുകൂടി ഗംഭീരമായി ഈ വർഷത്തെ ഉത്സവം ആഘോഷിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു. ഫെബ്രുവരി 5-ാം തീയതി ആറാട്ട് മഹോത്സവം. കാളിയാർ ആൽത്തറയിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി താലപ്പൊലി ഘോഷയാത്ര. അരിമണ്ണൂർ കാവിലെ പൂരത്തിന് തിടമ്പേറ്റാനെത്തുന്നത് യുവരാജാവ് ആയിൽ ഗൗരിനന്ദനും ഗജസാമ്രാട്ട് എഴുത്തുപുരയ്ക്കൽ ദേവി പ്രസാദുമാണ്. നിങ്ങളുണ്ടാവില്ലേ അരിമണ്ണൂർ കാവിലെ പൂരത്തിന്? ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. അപ്പോൾ പൂരത്തിന് കാണാം. കൊടിയേറ്റവും അമ്പലത്തിലെ ഉത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ.